അവധിക്കാലത്ത് വിദ്യാലയത്തിൽ ക്ലാസ് എടുക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് പരാതിപ്പെട്ട് 7ാം ക്ലാസ്സുകാരൻ. കോഴിക്കോട് മേപ്പയ്യൂർ പഞ്ചായത്തിലെ മുഹമ്മദ് ഫർഹാൻ എന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് പരാതിപ്പെട്ടത്. മന്ത്രി തിരുവനന്തപുരത്തെ ഓഫീസിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെയാണ് കുട്ടി ഫോണിൽ വിളിച്ചത്. അവധിക്കാലത്ത് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുവെന്നും കളിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും കുട്ടി പറഞ്ഞു. ആരെ വിളിച്ചത്? കേരളത്തിന്റെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. എന്താ വിളിച്ച മോനെ? ആരാ എടുക്കുന്നത്? ആരാ ക്ലാസ്? ഏതൊക്കെ ക്ലാസ് എടുക്കുന്നത്? എന്തോ കുറച്ച് സമയം എടുക്കുന്നുള്ളു. അമ്മയ്ക്ക് ഇഷ്ടമാണ്, മോന് ഇഷ്ടമല്ലേ? ഇല്ലായിരിക്കും അല്ലേ? കളിക്കാൻ പോകുന്ന അല്ല, അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഈ സമയം കളിക്കേണ്ട സമയമാണ്. മോന് കൊടുക്ക്. എന്നാലും നീ പറഞ്ഞ നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു, ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ. നിന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ. പക്ഷേ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ. പഠിക്കുന്നുണ്ടോ നീ? കളിയാണോ? ശരി. കുട്ടികൾ കളിക്കുക. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എപ്പോഴും അവനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ ശരി. എന്നാ ശരി. താങ്ക്സ്. ഇത് സ്ഥിരം വന്നുകൊണ്ടിരിക്കുക. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണം കേരളത്തിൽ പൂർത്തിയായെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേന്ദ്രം ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങൾ കൂട്ടിച്ചേർക്കും. ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്നത് സംബന്ധിച്ചും സ്കൂൾ ബാഗിന്റെ ഭാരത്തെ സംബന്ധിച്ചും റിപ്പോർട്ട് കിട്ടിയെന്നും അടുത്ത കരിക്കുലം കമ്മിറ്റിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവധിക്കാലത്ത് സ്കൂളിൽ ക്ലാസുകൾ എടുക്കാൻ പാടില്ല. കുട്ടികൾ കളിക്കേണ്ട സമയത്ത് കളിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോൺഗ്രസ് RSSന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിയെന്നും ശിവൻകുട്ടി വിമർശിച്ചു. കണക്കുകൾ കള്ളം പറയില്ല, പച്ചയായ വോട്ട് കച്ചവടമാണ് നടത്തുന്നത്. LDFനെ പരാജയപ്പെടുത്താൻ BJPയുമായി കൂട്ടുകൂടാൻ കോൺഗ്രസിന് മടിയില്ല. 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കാമെന്ന് BJP പറയുന്നത് കോൺഗ്രസുകാരെ വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസ് ഇപ്പോൾ RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിനും ദിഗ്വിജയ് സിംഗിനും പിന്നാലെ ഇതാ സൽമാൻ ഖുർഷിദും RSSനെ വാഴ്ത്തപ്പെടുകയാണ്. ആയിരത്തി 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ 17 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി നരസിംഹ റാവു മൗനം പാലിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ള വിവരം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും അത് മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ധരിക്കുന്നത്. അതേ മൗനവും വിധേയത്വവുമാണ് കോൺഗ്രസ് ഇന്നും തുടരുന്നത്. ഇവിടെ കേരളത്തിലേക്ക് വന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമാണ്. ദേശീയ തലത്തിൽ വാഴ്ത്തപ്പെടലാണെങ്കിൽ കേരളത്തിൽ അത് കോൺഗ്രസ് BJP സഖ്യത്തിന്റെ പ്രായോഗിക പരീക്ഷണമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം. കണക്കുകൾ കള്ളം പറയില്ല. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. നൂലുപള്ളി വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് വെറും 44. കൊരേച്ചാൽ വാർഡിൽ BJP ജയിച്ചപ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ട് 58. മുരിക്കുന്നുങ്കൽ വാർഡിൽ UDF ജയിച്ചപ്പോൾ BJP വാങ്ങിയത് വെറും 68 വോട്ട്. ഇത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വല്ല എന്നുള്ളതാണ്. പച്ചയായ വോട്ട് കച്ചവടമാണ് നടത്തുന്നത്. LDFനെ തോൽപ്പിക്കാൻ ആരുമായും വോട്ട് പങ്കിടുവാൻ കോൺഗ്രസിന് മടിയില്ല. എന്നിട്ടും 10 സീറ്റ് നേടി LDF തന്നെ അവിടെ വലിയ ഒറ്റ കക്ഷിയായി എന്നത് ഈ വർഗീയ കൂട്ടുകെട്ടിന് ഏറ്റ തിരിച്ചടിയാണ്. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KR ഔസേപ്പിന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് പ്രവർത്തനം മന്ദീഭവിക്കുവാൻ DCC നേതൃത്വത്തിന് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
തൃശ്ശൂരിൽ BJP ജയിച്ചതും വോട്ട് വിഹിതം കൂടിയതും കോൺഗ്രസിൻ്റെ ഈ അടപടലം വോട്ട് മറിക്കൽ കൊണ്ടാണ്. എന്നിട്ടും BJPയുമായി അധികാരം പങ്കിടുന്ന അംഗങ്ങളെ പുറത്താക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് അവരുടെ മുദ്രാവാക്യം. 35 MLAമാരുണ്ടെങ്കിൽ കേരളം ഭരിക്കുമെന്ന് BJP പറയുന്നത് ഈ കോൺഗ്രസ്സുകാരെ വിലക്കെടുക്കാമെന്ന ധൈര്യം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് VK പ്രശാന്ത് MLAയുടെ ഓഫീസ് ഒഴിയണമെന്ന് BJP കൗൺസിലർ ആവശ്യപ്പെടുമ്പോൾ അതിനെ കുടപിടിക്കുന്നത് കോൺഗ്രസ് നേതാക്കളായ K മുരളീധരനും ശബരിനാഥുമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഏജന്റാണെന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് RSS കോൺഗ്രസ് അജണ്ടയാണ്. അത് മുരളീധരനെ പോലുള്ളവർ ഏറ്റെടുക്കുന്നത് ലജ്ജാകരമാണ്. യഥാർത്ഥത്തിൽ BJPയുടെ ഏജന്റായും അല്ലെങ്കിൽ അവരുടെ ഒരു ചവിട്ടുപടിയായും നിൽക്കുന്ന ആരാ? മുരളീധരന്റെ കുടുംബം തന്നെയാണ്. പിണറായി വിജയന്റെ വിജയൻ സഹാബിന്റെ വീട്ടിൽ നിന്നുള്ള ആരും അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടില്ല. അപ്പം മുരളീധരന്റെ കുടുംബത്തിൽ ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ BJPയിൽ പോയിട്ട്. ഇപ്പം എന്തായാലും അനിയനും ചേട്ടനും ഒക്കെ അല്ലേ, ഒരു ബന്ധം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലുള്ള പാലം പണിയുന്നത് മുരളീധരന്റെ കുടുംബമാണ്. അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി അതിൽ വലിച്ചഴയ്ക്കുന്നത് ഖേദകരമാണ്.